പകവൂർ റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 33ാമത് ഉത്തര കേരള വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. പകവൂർ റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 33ാമത് ഉത്തര കേരള വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. മുൻ MLA TV രാജേഷ് വോളിബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. പുതിയതായി നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കളിക്കാരുമായി പരിചയപ്പെടുന്നു. ഈ പാടങ്ങളിൽ ഭീകരനായ അന്ന് നമുക്ക് നല്ല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നിലനിലുണ്ട് ഗ്രൗണ്ട് തല്ലി ചാണകത്ത് ഒഴിച്ച് നിലനിലയും കൊണ്ട് അടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഴയ കാലത്ത് നടത്താം. മെഡിക്കൽ കോളേജിൽ 10 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഒന്നാമത് സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ നാട്ടുകാരിയായ യൂണിവേഴ്സിറ്റി അവർ ഒളിമ്പ്യനായിരുന്നു. നമ്മുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നു. ഈ പാലപ്പുഴ സ്വദേശിയാണ് ഒളിമ്പ്യനായി മാറിയത്. നമുക്ക് എല്ലാവർക്കും സിന്തറ്റിക് ട്രാക്കിൽ ചിട്ടയായ പരിശീലനം നേരിട്ടല്ല, അത്തരം സൗകര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ കന്യാകുമാരി മണ്ഡലത്തിൽ 2 സിന്തറ്റിക് ട്രാക്കുണ്ട്. അതൊന്നും കടന്നപ്പള്ളി പാലപ്പുഴ പഞ്ചായത്തില്ല. ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം വിട്ടാൽ ഈ കണ്ണൂർ ജില്ലയിൽ ഒരു ഗേൾസ് ഗ്രൗണ്ട് പോലുമില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഗേൾസ് ഗ്രൗണ്ട് പോലും ചില ബാലകളുണ്ട്. എന്നാൽ ഏറ്റവും മികച്ച ഗേൾസ് ഫുട്ബോൾ ഗ്രൗണ്ടുള്ള പഞ്ചായത്ത് അത് കടന്നപ്പള്ളി പാലപ്പുഴ പഞ്ചായത്താണ്. അതിനെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. നമ്മുടെ ഈ പാലപ്പുഴയിൽ നിന്ന്, നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ പ്ലേയേഴ്സ് വരണം. അതിന് ഒരിക്കലും മികച്ച സൗകര്യങ്ങളുടെ അഭാവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്പോർട്സ് സൗകര്യങ്ങളുള്ള ഒരു മണ്ഡലമായി കന്യാകുമാരി മാറിയത്. ഇന്ന് കോഴിക്കോട് പ്രൊഫഷണലൈസ് ചെയ്തു. ഫുട്ബോൾ കോഴിക്കോട് ലീഗ് മത്സരമുണ്ട്, കബഡി ലീഗ് മത്സരമുണ്ട്. എത്ര ഒരു കളിക്കാരൻ ലേലം വന്നു പോകുന്ന ലക്ഷമല്ല ദശലക്ഷക്കണക്കിന് രൂപയാണ്. അപ്പൊ ഇന്നത്തെ ഏറ്റവും മികച്ച പ്രൊഫഷനായി സ്പോർട്സ് മാറുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. കൈരളി ചാനൽ അസോസിയേറ്റ് എഡിറ്റർ PV കുട്ടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പോയി കളിക്കുകയാണെങ്കിലും അന്ന് നമ്മുടെ മനസ്സിൽ കടാകുന്ന
വോളിബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. പലപ്പോഴായി പുതിയ തലമുറ നമ്മുടെ ഈ വോളിബോളിന്റെ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി എം ബാലകൃഷ്ണൻ മാസ്റ്റർ, സംഘാടക സമിതി ചെയർമാൻ ടി വി ചന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ PRNSS കോളേജിനെ 1-നെതിരെ 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി റെഡ് സ്റ്റാർ ആലക്കാട് വിജയിച്ചു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റെഡ് സ്റ്റാർ മാതമംഗലം യുവതാര പട്ടാനൂരിനെ നേരിടും. ചടങ്ങിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് Good finish. Good sir. The finish is Ayubu. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.